നമസ്കാരം. ഇന്നത്തെ മിഡീസ്റ്റ് അവർ തുടങ്ങുന്നു. കേരളത്തിലെ മഴക്കെടുതിയിൽ അനുശോചനം അറിയിച്ച കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് സ്വാബാഹ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് സന്ദേശം അയച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിൽ പങ്കുചേരുന്നതായും അപകടത്തിൽ പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കുന്നതായും അനുശോചന സന്ദേശത്തിൽ കുവൈത്ത് അമീർ അറിയിച്ചു. കിരീടാവകാശി ഷെയ്ഖ് മിഷൽ അഹമ്മദ് അസ്വാബാഹും പ്രധാനമന്ത്രി ഷെയ്ഖ് സബാ ഖാലിദ് അസ്വാബാഹും ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ഗൾഫ് വാർത്തകളിലേക്ക്. സൌദിയിൽ കോവിഡിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഭൂരിഭാഗവും പിൻവലിച്ചു. ഇന്നു മുതൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കേണ്ടതില്ല. എല്ലാ പരിപാടികളിലും പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാം. കടകളിലടക്കം സാമൂഹിക അകലം പാലിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളും നീക്കി. ഇതോടെ പഴയ കാലത്തേക്ക് മടങ്ങിയെത്തുന്ന സന്തോഷത്തിലാണ് പ്രവാസികൾ. ഇന്നു മുതൽ സൌദിയിൽ പ്രാബല്യത്തിലായ പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. പൊതുസ്ഥലങ്ങളിൽ ഇന്നു മുതൽ മാസ്ക് ഉപയോഗിക്കേണ്ടതില്ല. അടച്ചിട്ട ഇടങ്ങളിലും ഹാളുകളിലും മാത്രം മാസ്ക് മതി. ഓഫീസുകളിലും മാസ്ക് ധരിച്ചിരിക്കണം. ഹാളുകളും ഓഡിറ്റോറിയങ്ങളും പൂർണ്ണ ശേഷിയിൽ ഉപയോഗിക്കാം. പരിപാടികളും മറ്റും അനുമതിയോടെ നടത്തുകയും ചെയ്യാം. വാഹനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഇനി സാമൂഹിക അകലം വേണ്ടതില്ല. പുതിയ മാറ്റത്തിൽ സന്തോഷത്തിലാണ് പ്രവാസികൾ. ഭാഗികമായി മാസ്കിന്റെ ഉപയോഗത്തിന് അയവ് വരുത്തിയിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം എന്ന് പറയുന്നത് കോവിഡ് സൗദി അറേബ്യയ്ക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ്. അതിന് ഇവിടുത്തെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള കൃത്യമായ നടപടികൾ, കൃത്യതയാർന്ന പ്രവർത്തനങ്ങൾ, അത് പ്രത്യേകിച്ച് നമുക്ക് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ കോവിഡ് മാസ്കിന്റെ നിയന്ത്രണം ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ സ്കൂളുകളിൽ നമ്മളെ പ്രവാസികളുടെ മക്കൾക്കൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സ്കൂളുകൾ തുറക്കുന്നതോടുകൂടി അതും ഒരു സന്തോഷകരമായ കാര്യം തന്നെയാണ്. ചൂട് കാലാവസ്ഥയിൽ ജോലിയെടുക്കുന്നവർക്കും ആശ്വാസമാണ് തീരുമാനം. ഇപ്പൊ ഞങ്ങളെ പോലെ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഇതേവരെ കാര്യങ്ങൾക്കൊക്കെ പരിമിതികളുണ്ടായിരുന്നു. വരുന്ന ആൾക്കാരെ പിന്നെ ചെക്ക് ചെയ്യാനും ഇരിക്കുന്നതൊക്കെ വളരെ അകലം പാലിച്ചുകൊണ്ടിരിക്കല്, അതുപോലെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി വളരെ സന്തോഷമാണ്. ഇപ്പൊ എല്ലാവർക്കും സാധാരണ പോലെ തന്നെ 2 വർഷം മുമ്പൊക്കെ എന്തായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെയ്യാനും, അതേപോലെ ഈ മേഖലയിൽ എല്ലാ മേഖലകളിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നതിന്റെ ഒരു സൂചന കൂടിയാണ്. പൊതുസ്ഥലത്തെ മാസ്ക് ധരിക്കുന്നതിലെ ഇളവ് ഉപയോഗപ്പെടുത്തിയവരും ഏറെയാണ്. ഏകദേശം 1.5 കൊല്ലത്തോളമായിട്ട് സൗദി അറേബ്യയിൽ എല്ലാവരും മാസ്ക് ഉപയോഗിച്ചാണ് ജോലി സ്ഥലത്തും മറ്റ് ഓഫീസിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കടയിൽ പ്രവേശിക്കുകയാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. ഇപ്പൊ പെട്ടെന്ന് പുതിയ നിയമം മാറിയത് മൂലം മാസ്ക് എല്ലാം മാറ്റി പുറത്തോടെ മാസ്ക് ഇല്ലാണ്ട് സഞ്ചരിക്കാം, കൂട്ടം കൂടി നിൽക്കാം, വിവാഹങ്ങളിലൊക്കെ പങ്കെടുക്കാം. ഇത് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഈ ഗവൺമെന്റ് പുതിയ നിയമം. പള്ളികളിൽ പ്രോട്ടോകോൾ കർശനമായി തുടരാൻ നിർദ്ദേശമുണ്ട്. പുതിയ മാറ്റങ്ങളോടെ സൗദിയിൽ സാമൂഹിക ജീവിതം സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. നമുക്ക് ഈ ചൂടത്ത് പണിയെടുക്കുന്നതിനൊക്കെ ഇപ്പൊ നല്ലൊരു ആശ്വാസമാണ് മാസ്ക് മാറ്റിയതിന്, സർക്കാർ ഇങ്ങനെ നിയമം കൊണ്ടുവന്നതിന്. 2 വർഷമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് വളരെ ഒരു സുഖമാണ്. ഇന്നു മുതൽ നല്ലൊരു സുഖത്തിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അതിന് സർക്കാരിനോടൊക്കെ ഞങ്ങൾ നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. കോവിഡ് കേസുകൾ റെക്കോർഡ് വേഗത്തിൽ നിയന്ത്രിച്ചതിന്റെ ആശ്വാസമുണ്ട് സൗദിയിലെ ഓരോ മുക്കുമൂലയിലും. അതേസമയം ഇന്ത്യക്കാരുടെ നേരിട്ടുള്ള മടക്കയാത്രയിൽ കാത്തിരിപ്പ് തുടരുകയാണ്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. യുഎഇയിൽ പ്രതിദിന കോവിഡ് കേസുകൾ 100-ൽ താഴെയായി. 99 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. 19 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്ത് കോവിഡ് കേസുകൾ 100-ൽ താഴെ രേഖപ്പെടുത്തുന്നത്. 2020 മാർച്ച് അവസാനത്തിലാണ് യുഎഇയിൽ പ്രതിദിന കോവിഡ് കണക്ക് 100 കടന്നത്. പിന്നീട് കേസുകൾ കൂടിയും കുറഞ്ഞും വന്നെങ്കിലും 100-ന് താഴെയെത്താൻ കഴിഞ്ഞിരുന്നില്ല. 1 വർഷവും 7 മാസവും പിന്നിട്ടാണ് പ്രതിദിന കണക്ക് ഇന്ന് 100-ന് താഴെയെത്തിയത്. 3,17,254 പേരിൽ നടത്തിയ പരിശോധനയിലാണ് 99 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. യുഎഇ കോവിഡ് മുക്തിയുടെ പുതിയ തുടക്കത്തിലാണെന്ന് ഇന്നലെ ദുബൈ ദുരന്ത നിവാരണ സമിതി അഭിപ്രായപ്പെട്ടിരുന്നു. 2 ദിവസമായി കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിരുന്നില്ലെങ്കിലും ഇന്ന് 2 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആകെ മരണം 2120 മൊത്തം രോഗബാധിതരുടെ എണ്ണം 7,38,586 ഇന്ന് 153 പേർക്ക് രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു. മീഡിയ 1, ദുബായ്. കുവൈത്തിൽ തലസ്ഥാന നഗരിയിലെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ അംഗീകൃത പാർക്കിംഗ് കേന്ദ്രങ്ങളാക്കാൻ ആലോചിക്കുന്നു.
ഇക്കാര്യം ചർച്ച ചെയ്യാൻ മുനിസിപ്പാലിറ്റിയും പബ്ലിക് യൂട്ടിലിറ്റീസ് മാനേജ്മെന്റ് കമ്പനിയും വൈകാതെ യോഗം ചേരും. ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ നവീകരിച്ചു പാർക്കിംഗ് കേന്ദ്രങ്ങളാക്കാനാണ് നീക്കം. സ്ഥലം അനുവദിക്കുകയാണെങ്കിൽ കുവൈറ്റ് സിറ്റിയിൽ വിപുലമായ പാർക്കിംഗ് സൌകര്യമൊരുക്കാൻ സന്നദ്ധതയറിയിച്ച് പബ്ലിക് യൂട്ടിലിറ്റീസ് മാനേജ്മെന്റ് കമ്പനി മുനിസിപ്പാലിറ്റിക്ക് കത്ത് നൽകിയിരുന്നു. അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നൽകിയാൽ നിർദ്ദേശം പരിഗണിക്കാമെന്നാണ് മുനിസിപ്പാലിറ്റി മറുപടി നൽകിയത്. ഇതിന്റെ തുടർച്ചയായാണ് മുനിസിപ്പാലിറ്റിയിലെയും പബ്ലിക് യൂട്ടിലിറ്റീസ് മാനേജ്മെന്റ് കമ്പനിയിലെയും ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരാൻ തീരുമാനിച്ചത്. യോഗ തീയതി നിശ്ചയിക്കാൻ PUMCയെ മുനിസിപ്പാലിറ്റി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമായാൽ കുവൈറ്റ് സിറ്റിയിലെ പാർക്കിംഗ് പ്രതിസന്ധിക്ക് വലിയ തോതിൽ പരിഹാരമാകും. നിലവിൽ നഗരത്തിൽ പാർക്കിംഗ് സൌകര്യമില്ലാത്തത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. പാർക്കിംഗ് സ്പേസിന്റെ ആവശ്യകതയും ലഭ്യതയും തമ്മിലെ അന്തരം പരിഹരിക്കാൻ 40 ദശലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലം അധികം ആവശ്യമുണ്ടെന്നാണ് റിയൽ എസ്റ്റേറ്റ് യൂണിയൻ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിച്ചു തുടങ്ങി. രാജ്യത്തെ വിമാനത്താവളങ്ങൾ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കായി ഉപയോഗിക്കും. ഇതോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യക്കാർ. വിമാനത്താവളങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാനും വിമാന കമ്പനികൾ സർവീസ് ഓപ്പറേഷൻ നടത്താനും സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് നിർദ്ദേശം നൽകിയത്. കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതോടെയാണ് പുതിയ മാറ്റം. സൗദി വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട് സർവീസ് നടത്തുന്ന എല്ലാ സ്വകാര്യ പൊതുമേഖലാ കമ്പനികൾക്കും പഴയ രീതിയിൽ തന്നെ പ്രവർത്തനം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കൂടി കണക്കാക്കിയാണിത്. ഇതോടെ കൂടുതൽ ആഭ്യന്തര സർവീസുകളും ചടുലമാകും. യാത്രക്കാർ കോവിഡ് വാക്സിനേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന പരിശോധന പഴയ പോലെ പരിശോധിക്കും. വിദേശത്തു നിന്നും എത്തുന്നവർക്കാണ് ഇതിൽ ഇളവുള്ളത്. അവർ പക്ഷേ ഇമ്മ്യൂൺ ആണെന്ന രേഖ കാണിക്കണം. അതേസമയം ഇന്ത്യയടക്കം നിലവിൽ നേരിട്ടുള്ള യാത്രാവിലക്ക് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിമാന സർവീസ് സംബന്ധിച്ച് നിലവിൽ സൂചനകളൊന്നും തന്നെയില്ല. എന്നാൽ പുതിയ സാഹചര്യത്തിൽ സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷയിലാണ് ഇന്ത്യക്കാർ. അഫ്തബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. UAEയിൽ വാട്സാപ്പിലൂടെ ജനന സർട്ടിഫിക്കറ്റ് നൽകുന്ന സംവിധാനത്തിന് തുടക്കമായി. ദുബായിൽ പുരോഗമിക്കുന്ന ജോയ്ടെക് സാങ്കേതിക വാരത്തിലാണ് ആരോഗ്യ മന്ത്രാലയം പുതിയ സംവിധാനം അവതരിപ്പിച്ചത്. ജനന സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ ഇനി ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ചാറ്റ് ചെയ്താൽ മതി. ഒരു വെർച്വൽ അസിസ്റ്റന്റ് അപേക്ഷകന്റെ വിവരങ്ങളും രേഖകളും ആരായും. രേഖകളും വിവരങ്ങളും ഒത്തുനോക്കി വാട്സ്ആപ്പ് മുഖേന തന്നെ സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യും. ആരോഗ്യ മന്ത്രാലയത്തിന്റെ സേവനങ്ങൾ കൂടുതൽ ഡിജിറ്റലാക്കുന്ന നടപടികളുടെ ഭാഗമായാണ് ജൈടെക് സാങ്കേതിക വാരത്തിൽ പുതിയ വാട്സ്ആപ്പ് സേവനത്തിന് തുടക്കം കുറിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതർ പറഞ്ഞു. വാട്സാപ്പിലൂടെ മന്ത്രാലയത്തിന്റെ മറ്റ് സേവനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമാക്കാനും സംവിധാനമുണ്ട്. മീഡിയ 1, ദുബായ്. കോവിഡ് പ്രോട്ടോകോളിൽ മാറ്റം വരുത്തിയതോടെ വിശ്വാസികളുടെ തിരക്കാണ് മക്ക മദീന ഹറമുകളിൽ. ശാരീരിക അകലം പാലിക്കാനുള്ള തീരുമാനം പിൻവലിച്ചതോടെ മക്കയും മദീനയും പഴയ നിലയിലേക്ക് തിരികെ എത്തുകയാണ്. കാബയ്ക്ക് ചുറ്റും നേരത്തെ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകളും നീക്കി. ഇരുഹറമിലും മുഴുവൻ വിശ്വാസികളെയും പ്രവേശിപ്പിക്കാനുള്ള അനുമതി ഇന്ന് മുതലാണ് പ്രാബല്യത്തിലായത്. സുബ്ഹി നമസ്കാരത്തിനായി 10,000 ഇന്ന് ഹറമിലെത്തി. കഅബക്കരികെ പഴയ കാലത്തെ അനുസ്മരിപ്പിച്ച് സുബ്ഹി നമസ്കാരം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين. ശാരീരിക അകലം പാലിക്കാനുള്ള തീരുമാനം പിൻവലിച്ചതോടെ ഹറമിൽ നേരത്തെ പതിച്ചിരുന്ന സ്റ്റിക്കറുകൾ നീക്കി. മാസ്ക് ധരിക്കുക, 2 ഡോസ് വാക്സിൻ എടുത്തിരിക്കുക, പെർമിറ്റ് കരസ്ഥമാക്കുക എന്നിവ പൂർത്തീകരിച്ചാൽ സാധാരണ പോലെ ഹറമിലെത്താം. നേരത്തേതിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവർക്കും ഇപ്പോൾ പെർമിറ്റ് ലഭിക്കുന്നുണ്ട്. ഇതോടെ
പഴയ പ്രതാപത്തിലേക്ക് എത്തുകയാണ് ഹറം. അൽഹംദുലില്ലാ, നീണ്ട ഇടവേളകൾക്ക് ശേഷം 18 മാസങ്ങൾക്ക് ശേഷം ഇന്നത്തെ സുബഹിയോടുകൂടെ ഹറമിൽ നിസ്കാരം നേരത്തെ അകലം പാലിച്ചായിരുന്നു നിസ്കരിച്ചിരുന്നത് എങ്കിൽ തോളോട് ചേർന്ന് പരസ്പരം മടമ്പുകൾ ഒപ്പിച്ച് ഒന്നിച്ചു നിന്നുള്ള നിസ്കാരം ആരംഭിച്ചതിൽ ഓരോ വിശ്വാസികളും അതിയായ സന്തോഷത്തിലാണ്. കാബയോട് ചേർന്ന് നേരത്തെ കോവിഡിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകളും നീക്കി. നിലവിൽ കാബ തൊടാതിരിക്കുവാനുള്ള സംവിധാനം മാത്രമേയുള്ളൂ. കോവിഡ് സാഹചര്യം പൂർണ്ണമായും നീങ്ങിയാൽ വിശ്വാസികൾക്ക് വീണ്ടും ഹജറുൽ അസ്വദ് എന്ന കറുത്ത മുത്തിൽ ചുംബിക്കാനുമാകും. മദീനയിലെ പ്രവാചകന്റെ പള്ളിയിലും ഇന്ന് വലിയ തിരക്കാണുണ്ടായത്. ഫലത്തിൽ പഴയകാലം വീണ്ടും എത്തുകയാണ് ഹറമിൽ. വരും ആഴ്ചകളിൽ വിദേശികൾക്കും കൂടുതലായി എത്തുവാനായേക്കും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1. ഘാന, ചെക്ക് റിപ്പബ്ലിക് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് കുവൈത്ത് വിലക്ക് ഏർപ്പെടുത്തി. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് കാർഷിക മത്സ്യവിഭവ അതോറിറ്റി അധികൃതർ അറിയിച്ചു. പുതിയതും ശീതീകരിച്ചതുമായ മാംസങ്ങൾക്കും മുട്ടയ്ക്കും ഈ വിലക്ക് ബാധകമാണ്. യുകെയിൽ നിന്നുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചതായും അധികൃതർ അറിയിച്ചു. ഖത്തറിൽ ഭക്ഷ്യവിൽപ്പന സ്ഥാപനങ്ങളുടെ ഹോൾസെയിൽ കേന്ദ്രങ്ങളിൽ മുനിസിപ്പാലിറ്റി വകുപ്പ് നടത്തുന്ന പരിശോധനകൾ തുടരുന്നു. 6000 കിലോഗ്രാം ഭക്ഷ്യയോഗ്യമല്ലാത്ത മാംസം കൂടി പരിശോധനകളിൽ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഖത്തറിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ മൊത്ത വിതരണം നടത്തുന്ന സ്ഥാപനങ്ങളുടെ വെയർ ഹൌസുകളിലാണ് മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെ പരിശോധനകൾ കർശനമാക്കിയത്. 6012 കിലോ ഭക്ഷ്യയോഗ്യമല്ലാത്ത മാംസവും മത്സ്യവുമാണ് പുതിയ പരിശോധനകളിൽ പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ നശിപ്പിച്ചതായും അധികൃതർ അറിയിച്ചു. ഓൾഡ് എയർപോർട്ട് ഏരിയയിലെ ഒരു ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ 140 കിലോ പഴകിയ മാംസം പിടിച്ചെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹോട്ടലുകൾക്ക് മാംസം വിതരണം നടത്തുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിലെ മൊത്ത വിൽപ്പന കേന്ദ്രങ്ങളിൽ മിന്നൽ പരിശോധനകൾ നടത്താൻ മന്ത്രാലയം പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചത്. മൊത്തം 14 വെയർ ഹൌസുകളിലാണ് പരിശോധനകൾ നടന്നത്. ശരിയായ രേഖകളില്ലാതെയാണ് ഈ സ്ഥാപനങ്ങൾ മാംസവും മത്സ്യവും വിറ്റതെന്നും പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 ദോഹ. ഖത്തറിൽ പുതുതായി 62 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 42 പേർക്ക് സമ്പർക്കം വഴി രോഗം പകർന്നപ്പോൾ 20 പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ്. 898 പേരാണ് നിലവിൽ രാജ്യത്ത് രോഗികളായി ഉള്ളത്. ലോകം സംഗമിക്കുന്ന ദുബായ് എക്സ്പോ വേദിയിൽ നിന്നൊരു മൾട്ടിനാഷണൽ കുടുംബത്തെ ഇനി പരിചയപ്പെടാം. ഇവരുടെ പൌരത്വം സൗദിയുടേതാണ്. പക്ഷേ പിതാവാകട്ടെ ഇന്ത്യക്കാരനും മാതാവ് പാകിസ്ഥാനി. വിവാഹം കഴിച്ചത് ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിയെ. സ്റ്റെംസെൽ സയൻസിൽ സൗദിയിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അമൽ സുറത്തിയുടേതാണ് ഈ ബഹുരാഷ്ട്ര കുടുംബം. വിവിധ രാജ്യങ്ങൾ സംഗമിക്കുന്ന വേദിയാണ് ദുബായ് എക്സ്പോ എങ്കിൽ ഈ കുടുംബം തന്നെ അത്തരമൊരു വേദിയാണ്. ഇത് ഡോക്ടർ അമൽ സൂറത്തി. What about your family? When you migrated to Saudi Arabia? Actually, my dad came to Saudi Arabia with his family when he was 4 years old, and he stayed as a pilgrims in my mom's family, because my mom's family at that time used to take care of the Indian and Pakistanis pilgrims. They're responsible for their accommodation and taking care of everything during Hajj time. So after finishing the Hajj, they stayed with my mother's family, and he grew up with my mother, and then he felt love with her and get married. Okay. And yeah. Actually, they met in Saudi Arabia? They met in Saudi Arabia during Hajj. Yeah. Mashallah. വളരെ കൗതുകരമാണ് ഇവരുടെ ഫാമിലി. അതായത് ഇവര് വേരുകൾ ഗുജറാത്തിലാണ്, സൂറത്തിലാണ്. ഇപ്പോഴും അവരുടെ പേരിൽ സൂറത്തി എന്നുള്ള ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പിതാവ് ഗുജറാത്തിൽ നിന്ന് ആണ് എങ്കിൽ അമ്മ പാകിസ്ഥാനിലെ പഞ്ചാബിൽ നിന്നാണ്. അവര് ഔചാരികമായി ഹജ്ജിന് വന്നപ്പോൾ സൗദിയിൽ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഇവരെല്ലാവരും സൗദിക്കാരായി മാറുന്നു. ഡോക്ടർ അമൽ സൂറത്തിയെ വിവാഹം കഴിച്ചത് ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിയാണ്. അതുകൊണ്ട് മക്കളുടെ പേരിൽ പിതാവിന്റെ നാടായ ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയുണ്ട്.
Actually, your name is Wala, right? Yes, Wala Al-Bukhari. And the same as my mom, how her last name is Surati from Surat. I'm Al-Bukhari from Bukhara in Uzbekistan. Uzbekistan. Yes. Okay. And actually, you are the cause why she's here now, right? Exactly. So I work in Saudi Pavilion in Expo 2020, and my mom came from Saudi Arabia to visit me and to see me and to see Expo 2020 because I love Expo since 3 years ago, and it was my dream to come and visit as a visitor, and so it's a massive shock that I'm working here. So I'm very happy. മൂലകോശ പഠനത്തിൽ സൗദിയിലെ ആദ്യ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ വ്യക്തിയാണ് ഡോക്ടർ അമൽ. മാതാവിന്റെ ചികിത്സയ്ക്കായി തരുണാസ്ഥികളെ പുനർനിർമ്മിക്കുന്നതിനായി നടത്തിയ പഠനം പലർക്കും അനുഗ്രഹമായി മാറുകയായിരുന്നു. My PhD was focused on stem cell, but focused more specifically on chemical release from stem cell. But why it went to cartilage repair direction was because of my mom, and I'm doing all of this for her. My mom, during my PhD, she got sick, and she went through a very serious operation where she had to remove every single vertebra from her vertebral column. And during that time, I decided to find a cure for everyone who's suffering from this pain. So I went through all of the chemicals that can help to direct the stem cell to cartilage, and I managed to get it finally, and that was my invention. May I know your name? Yusuf. Yusuf, how you are enjoying Expo? It's so good. I'm enjoying it a lot. What about your studies? It's good. In Saudi Arabia, right? Yeah. അങ്ങനെ വിശിഷ്ടമായ ഒരു ഫാമിലിയാണ് നമ്മള്. സൗദിക്കാരാണ്, പക്ഷെ അവരുടെ വേരുകൾ ഇന്ത്യയിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്. ഒരു മൾട്ടി നാഷണൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു കുടുംബത്തെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുമുട്ടിയിട്ടുള്ളത്. അവരാണെങ്കിൽ സൗദിയിൽ നിന്ന് അപൂർവമായ ഒരു PhD കരസ്ഥമാക്കിയിട്ടുണ്ട്. യാസ്ര അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BBAയിൽ 2ാം റാങ്ക് നേടിയ മലയാളി വിദ്യാർത്ഥി ശരത് ഗോപകുമാറിന്റെ വിശേഷങ്ങളാണ് ഇനി. സാക്ഷാൽ ഖത്തർ അമീറിന്റെ കയ്യിൽ നിന്ന് തന്നെ മെഡൽ വാങ്ങാൻ സാധിച്ചതാണ് റാങ്ക് നേട്ടത്തെക്കാളേറെ ശരത്തിന് അഭിമാനവും ആഹ്ലാദവും പകരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഖത്തർ യൂണിവേഴ്സിറ്റി ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരം സ്വദേശി ശരത് ഗോപകുമാറിന് ഇരട്ടി സന്തോഷവും അഭിമാനവും പകരുന്നതായിരുന്നു. BBA ബിരുദം 2ാം റാങ്കോടെ കരസ്ഥമാക്കിയതിനാൽ തന്നെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി നേരിട്ടാണ് ശരത്തിന് മെഡൽ സമ്മാനിച്ചത്. എനിക്ക് ബിസിനസ് കോളേജിൽ മെയിൽ സൈഡിൽ നിന്ന് 2nd റാങ്കാണ് കിട്ടിയത്. കൊറോണ കാരണം പിന്നെ തമീമിൻ്റെതായ സ്കെഡ്യൂൾസ് കാരണം ഒരുപക്ഷെ കിട്ടുമോ കിട്ടില്ലെന്ന് വളരെയധികം സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ആക്ച്വലി ഒരു ഇമോഷൻലെസ് സ്റ്റേറ്റ് ആയിരുന്നു. അതായത് കാരണം എക്സൈറ്റ്മെന്റും ഉണ്ട്, എന്നാൽ പേടിയും ഉണ്ട്. ആദ്യമായിട്ട് രാജാവിന് ഇത്ര അടുത്ത് കിട്ടുമ്പോൾ അപ്പോൾ വളരെ നെർവസ് ആയിട്ടാണ് സ്റ്റേജിൽ കയറിയത്. പക്ഷെ അദ്ദേഹം വളരെ കൂളായിട്ട് മബ്രൂക്ക് എന്ന് പറയുകയും വളരെ ഒരു ഐ കോണ്ടാക്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, വളരെ പോസിറ്റീവായിട്ടാണ് കൺഗ്രാജുലേറ്റ് ചെയ്തത്. അത് വളരെ എന്താ പറയാ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇത്തവണ ഖത്തർ യൂണിവേഴ്സിറ്റി ബിരുദദാന ചടങ്ങിൽ അമീറിന്റെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങാൻ അവസരം ലഭിച്ച ഏക മലയാളി വിദ്യാർത്ഥി കൂടിയാണ് ശരത് ഗോപകുമാർ. 3ാം ക്ലാസ് മുതൽ ഖത്തറിൽ തന്നെ പഠനം തുടരുന്ന ശരത്ത് 10ാം തരത്തിലും +2വിലുമെല്ലാം ഉയർന്ന മാർക്ക് നേടിയാണ് ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പഠനത്തിന് അവസരം നേടിയത്. എനിക്ക് സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിന്റെ. എത്ര സ്കോളർഷിപ്പ് കിട്ടി? അത് കംപ്ലീറ്റ് ട്യൂഷൻ ഫീസും ബുക്ക് ഫീസ് ഉൾപ്പെടെയായിരുന്നു സ്കോളർഷിപ്പ്. അപ്പം അതും മാർക്സ് ബേസ് ചെയ്തിട്ടായിരുന്നു. പിന്നീട് ലാസ്റ്റ് ഇയർ എത്തിയപ്പോൾ മാർക്ക് ബേസ് ചെയ്തിട്ട് തന്നെ എനിക്ക് CMAക്കും സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം സ്വദേശികളും ഖത്തറിൽ പ്രവാസികളുമായ ഗോപകുമാറിന്റെയും ബിന്ദു ഗോപകുമാറിന്റെയും 2 മക്കളിൽ മൂത്തയാളാണ് ശരത്ത്. ഉയർന്ന മാർക്കോടെ CMA കൂടി പൂർത്തിയാക്കി ഖത്തറിൽ തന്നെ നല്ലൊരു ജോലി നേടുക എന്നതാണ് ശരത്തിന്റെ ആഗ്രഹം. ദോഹയിൽ നിന്നും PC സൈഫുദ്ദീൻ, മീഡിയ 1.
ദുബായിൽ ജെടെക് സാങ്കേതിക വാരത്തിന് തുടക്കമായി. 60-ലേറെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന മേളയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച IT പാർക്കും സ്റ്റാർട്ടപ്പ് മിഷനും പങ്കെടുക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങൾ പരിചയപ്പെടുത്തുന്ന ജൈടെക് സാങ്കേതിക വാരത്തിൽ 20 സ്റ്റാർട്ടപ്പുകളും 50 കമ്പനികളും അടങ്ങുന്ന പ്രതിനിധികളുമായാണ് IT പാർക്ക് എത്തിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച IT എക്കോസിസ്റ്റം രൂപപ്പെടുത്തുന്നതിന് പങ്കാളികളെയും നിക്ഷേപകരെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് IT മിഷൻ ജൈടെക്സിൽ പങ്കെടുക്കുന്നതെന്ന് കേരള IT പാർക്ക് CEO ജോൺ എം തോമസ്, കേരള IT മിഷൻ ഡയറക്ടർ സ്നേഹിൽ കുമാർ എന്നിവർ പറഞ്ഞു. മൊത്തത്തിൽ 2 പാർക്കുകളെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്കിംഗ് ഇവന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. പല രീതിയിലുള്ള നെറ്റ്വർക്കിംഗ്. അതിപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആകാം, അവരുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആകാം, ബയേഴ്സ് ആകാം, അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സ് ആകാം. ഈ മാർക്കറ്റുകളിൽ അവരെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള IT മേഖലയിൽ പ്രവർത്തിക്കുന്ന പാർട്ട്നേഴ്സ് ആവാം. അപ്പോൾ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവസാനമായിട്ട് മറ്റൊരു ഗ്രൂപ്പിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബിൽഡേഴ്സ് ആണ്. IT പാർക്കുകളിൽ ഇപ്പോൾ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു പോളിസി അനുസരിച്ച് കോ ഡെവലപ്പേഴ്സ്, അതായത് IT പാർക്കുകളിൽ സ്ഥലമെടുത്ത് സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഭൂമിയെടുത്ത് അതിൽ IT സ്പേസുകളും കമേഴ്ഷ്യൽ സ്പേസുകളും ബിൽഡ് ചെയ്യുന്ന, അതായത് IT എനേബിൾ ചെയ്യുന്ന കമേഴ്ഷ്യൽ സ്പേസുകളും ബിൽഡ് ചെയ്യുന്ന ഒരു കോ ഡെവലപ്പർ മോഡൽ നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർ ടാസ്ക് ഇസ് ടു ഇൻഷുർ ദാറ്റ് Kerala should be welcoming. Kerala should be welcoming more companies, more partners. പിന്നെ നമ്മുടെ കേരള ഗവൺമെന്റിലെ IT പോളിസി ഇപ്പോൾ ഡെവലപ്പിംഗ് ആണ്, ഇപ്പോൾ ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടില്ല. സോ വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് അവർ ഇന്ററാക്ഷൻസ് വിത്ത് ദ മാർക്കറ്റ് പ്ലെയേഴ്സ്, പിന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് വേണം. നമുക്ക് കമ്പനീസ് ഉണ്ട് കേരളയിൽ, മൊത്തം എല്ലാ കമ്പനീസിലും എന്താണ് പെർഫോമൻസ്, എത്രയാണ് പെർഫോമൻസ്, പിന്നെ അവർക്ക് പ്രോഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിലെ റിക്വയർമെന്റ് ഉണ്ടാവില്ല. സോ ദാറ്റ് ഓൾസോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന തലക്കെട്ടിലാണ് ഇത്തവണ മേള നടക്കുന്നത്. UAE-യിലെ വിവിധ സർക്കാർ വകുപ്പുകളും ഗൾഫ് രാജ്യങ്ങളുടെ ഡിജിറ്റൽ വൽക്കരണത്തിന് സഹായകമാകുന്ന നിരവധി സാങ്കേതിക വിദ്യകളും ജൈടെക്സിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. മീഡിയ 1 ദുബായ്. ദമാം KMCC നടപ്പിലാക്കുന്ന സൗജന്യ കുടിവെള്ള പദ്ധതികളുടെ ഫണ്ട് വിതരണം സംഘടിപ്പിക്കുന്നു. മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി. ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിനാണ് ഫണ്ട് വിതരണം. 2017 പ്രഖ്യാപിച്ച കുടിവെള്ള പദ്ധതിയുടെ ഫണ്ട് കൈമാറ്റമാണ് സംഘടിപ്പിക്കുന്നത്. KMCC ദമാം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടേതാണ് പരിപാടി. ജില്ലയിലെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന 16 മണ്ഡലങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുക. സൗജന്യ കുടിവെള്ള പദ്ധതിയുടെ വിതരണോദ്ഘാടനം ഒക്ടോബർ 18 വൈകുന്നേരം 3 മണിക്ക് വേങ്ങരയിലുള്ള AK മെൻഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പ്രസ്തുത വിതരണോദ്ഘാടനം നടത്തുന്നത്. KMCC സംഘടിപ്പിച്ചു വന്ന ഫുട്ബോൾ, ബാഡ്മിന്റൺ ടൂർണമെന്റുകൾ, സുമനസുകളായ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹായം തുടങ്ങിയവയിലൂടെയാണ് പദ്ധതിക്ക് തുക കണ്ടെത്തിയത്. കിണറുകൾ, ശോചനീയാവസ്ഥയിലായ കുടിവെള്ള പദ്ധതികളുടെ നവീകരണം, പൈപ്പ് ലൈൻ, പമ്പ് സെറ്റ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പദ്ധതി വഴി നടപ്പിലാക്കുക. മുജീബ് കൊളത്തൂർ, ഷബീർ തേഞ്ഞിപ്പലം, സഹീർ കൊണ്ടോട്ടി, ബഷീർ ആലുങ്ങൽ, മുഹമ്മദ് കുട്ടിക്കോടൂർ, മാലിക് മക്ബൂൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദമാം. യൂത്ത് ഇന്ത്യ ബഹ്റൈൻ സംഘടിപ്പിച്ച യൂത്ത് കാർണിവലിന്റെ ഭാഗമായി നടത്തിയ ഇന്റേണൽ ടൂർണമെന്റിൽ യൂത്ത് ഇന്ത്യ റിഫ ജേതാക്കളായി. സിൻജ് സർക്കിളിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് പരാജയപ്പെടുത്തിയത്. മികച്ച കളിക്കാരനായി സലീലിനെയും മികച്ച ഗോൾ കീപ്പറായി ഗസാലിയെയും തെരഞ്ഞെടുത്തു. ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ 76ാമത് ശാഖ ഒമാനിലെ അൽ ഹൈലിൽ തുറന്നു. GCC രാജ്യങ്ങളിലെ പ്രമുഖ വ്യാപാര ശൃംഖലയായ ദുബായ് റീജൻസി ഗ്രൂപ്പിന്റെ കീഴിലാണ് ഗ്രാൻഡ് പ്രവർത്തിക്കുന്നത്. ഒമാനിലെ 7ാമത്തെ ശാഖ അൽ ഹൈലിൽ ഷെയ്ഖ് ഇബ്രാഹിം ബിൻ യഹിയൽ റവാഹിയും റീജൻസി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അൻവർ അമീനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ ആഘോഷങ്ങളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ടുള്ള ഷോപ്പിംഗ് അനുഭവമാണ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഈ ഹൈപ്പർ മാർക്കറ്റിനെ ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണവും അതേപോലെ തന്നെ പിന്തുണയും അഭ്യർത്ഥിക്കുന്നു. റീജിയണൽ ഡയറക്ടർ അബ്ദുൾ ഗഫൂർ കൊടപ്പനക്കൽ, സൗദി റീജിയണൽ ഡയറക്ടർ മുഹമ്മദ് ജാബിർ, ഓപ്പറേഷൻ മാനേജർ ഇബ്രാഹിം, ഫിനാൻസ് മാനേജർ ജോർജ് മാത്യു, പർച്ചേസ് മാനേജർ ഷറഫത്ത് അലി തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും മികച്ച ഉൽപ്പന്നം മികച്ച ഗുണമേന്മയിൽ ന്യായമായ വിലയിൽ നൽകുന്നു എന്നതാണ് ഗ്രാൻഡിന്റെ ഏറ്റവും വലിയ സവിശേഷത. മീഡിയ 1 മസ്കത്ത്. ബഹ്റൈൻ കേരളീയ സമാജം നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിജയദശമി നാളിൽ വിദ്യാരംഭം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. നൃത്തനൃത്യങ്ങളും സംഗീത നിശയും ഒരുക്കിയിരുന്നു. INL അനുകൂല പ്രവാസി കൂട്ടായ്മയായ IMCCയുടെ UAE ഘടകം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു.
കുഞ്ഞാവുട്ടി ഖാദറാണ് പ്രസിഡന്റ്. PM ഫാറൂഖിനെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. അനീഷ് റഹ്മാനാണ് ട്രഷറർ. NM അബ്ദുള്ള, ബക്കർ ഗുരുവായൂർ, ഖാൻ പാറയിൽ, PP ബഷീർ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. 2020 ലോകകപ്പിലെ ആദ്യ ജയം ഒമാന്. പപ്പുവ ന്യൂഗിനിയെ 10 വിക്കറ്റിനാണ് ഒമാൻ തകർത്തത്. 4 വിക്കറ്റ് വീഴ്ത്തിയ ഒമാൻ നായകൻ സീഷാൻ മക്സൂദാണ് മത്സരത്തിലെ താരം. ഒമാന്റെ വിജയം ഏറെ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത്. ആരാധകരുടെ വിജയാഹ്ലാദത്തിലേക്ക്. Yeah, Oman played really well. The opening game, we have won the opening game. Now let's go. We'll win the other games also as well. And it's 10 wickets, big game. And every one of us played very well. And we are very happy of our country. We all support them with full of our hearts. And we love them a lot. Yes, we will. Thank you. It's a very proud moment for Oman. It's the first time we're hosting such a show and such a match. It's a very proud moment and we're always going to cheer for Oman no matter what. So, very proud of the team and very happy to watch this match. We love Oman! 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 And we are enjoying our cricket ground, and this is international team, and Oman has won in a nice way. 10 wickets, it is not a small thing in a ICCI tournament. We are very happy, and clap for Oman team, for all the Oman team. Good. Very well. I think it was a great victory for Oman cricket. It was a great start. I think this is the right momentum they have picked up, and I'm sure they're going to show better colors in the future matches. We are really enjoying the Oman versus Baba Genu cricket match, and it's really great atmosphere in the Oman. And we are going to watch again Scotland versus Bangladesh. Another great match going to be happened in the Oman Muscat cricket. And it was the best inauguration for the starting match, and Oman win the match. It was very nice to see them all. Thank you so much for the match in Oman. Thank you so much. സൗദിയിലേക്ക് വരാനായി ദുബായിൽ ക്വാറന്റൈനിലിരുന്ന മലയാളി യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. മലപ്പുറം മുതായി ചാത്തലൂർ സ്വദേശി നൌഫലാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണ നൌഫലിനെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. ഇന്ന് രാത്രി സൗദിയിൽ ഇറങ്ങാനിരിക്കെയാണ് മരണം. ജിദ്ദയിലെ ഒരു IT കമ്പനിയിലായിരുന്നു ജോലി. ഭാര്യയും 2 മക്കളുമുണ്ട്. ജിദ്ദയിലെ അമൃത TV റിപ്പോർട്ടർ സുൽഫിഖർ ഒതായി സഹോദരനാണ്. ഇനി ഗൾഫ് നഗരങ്ങളിലെ താപനില നോക്കാം. ഇന്നത്തെ കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 20.01, UAE ദിർഹം 20.43, ഖത്തർ റിയാൽ 20.61, ഒമാൻ റിയാൽ 194.90, കുവൈറ്റ് ദിനാർ 248.64, ബഹ്റൈൻ ദിനാർ 199.08.